Hi, hello, welcome back. So, welcome to a Nykaa haul video. So, Pink Friday Nykaa ആയപ്പം ഞാൻ കുറച്ച് Pink Friday സെയിൽ ആയപ്പം ഞാൻ Nykaa ന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചിരുന്നു, കുറച്ച് ക്രീം അതൊക്കെ. സോ ഐ തോട്ട് ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് കേട്ടോ പെട്ടി. എൻ്റെ ദൈവം, ഇത്രയും വലുതാണെങ്കിലും പെട്ടി ഇത്ര വലുതാണെങ്കിലും സാധനങ്ങൾ കുറച്ചേ ഉള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് സാധനത്തിൽ പോവാം. കൺമഷി. ദിസ് ഇസ് കാജൽ ഐക്കോണിക് മേബ്ലിൻ ന്യൂയോർക്കിൻ്റെ കാജൽ. അപ്പോൾ അത് രണ്ടെണ്ണം മേടിച്ചു. എന്തിനാണ് മേടിച്ചതെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇതാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം. ഇത് കണ്ണിൽ എഴുതിയില്ലെങ്കിൽ എൻ്റെ കണ്ണ് വല്ല ഓർക്കക്ഷീണം പോലെ തോന്നും. സോ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് രണ്ടെണ്ണം ഞാൻ മേടിച്ചു. സോ എൻ്റെ ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്. ഈ സെയിലൊക്കെ വരുമ്പോൾ എന്താവുമെന്നറിയോ, നമുക്ക് ആവശ്യമുള്ള ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ കുറേ മേടിക്കും. സോ അങ്ങനത്തെ ഒരു വീഡിയോ ആണിത്. സോ ഫസ്റ്റ് തിങ് ഇതാണ്. പക്ഷേ ഇത് അത്യാവശ്യമുള്ള സാധനമാണ് എനിക്ക്. സോ ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചത് ഈ ചെറിയൊരു ബോട്ടിൽ മിനിമലിസ്റ്റിൻ്റെ ഫേസ് സിറമാണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ടായിരുന്നു, പിന്നെ അത് തീർന്നു പോയപ്പം പിന്നെ ഞാനത് വിട്ടു. ഇനിയിപ്പോൾ മേടിക്കണ്ട, അല്ലെങ്കിൽ മേടിച്ചില്ല. പിന്നെ നൈക്ക പിങ്ക് സെയിൽ വന്നപ്പം ഞാൻ എന്തായാലും അത്യാവശ്യമുള്ള ക്രീമൊക്കെ തീർന്നിരുന്നു. ഈ സൺസ്ക്രീനും അതും ഇതൊക്കെ തീർന്നപ്പം ഞാൻ മേടിക്കാൻ തുടങ്ങിയത്. അങ്ങനെ മേടിച്ച് പിന്നെയാണ് ഞാൻ കാർട്ടിലിട്ട് എല്ലാം വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത്രയും സാധനങ്ങൾ മേടിക്കുക, എന്നാൽ പിന്നെ ഒരു സിറമും കൂടി ആവാം, അത് കുറേ അതിൽ തീർന്നിട്ട്. അപ്പം അങ്ങനെ മേടിച്ചതാണിത്. സോ മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ സിൻ്റെ ഒരു സിറം. അതിനുശേഷം ഞാൻ മേടിച്ചത് എൻ്റെ ദൈവമേ, ഇത് 1 ലിറ്ററിൻ്റെ കാരറ്റിൻ സ്മൂത്ത് ഷാംപൂ. സോ ഞാൻ യൂഷ്വലി ഷാംപൂ എന്ന് പറയുന്നത് കയ്യിൽ കിട്ടുന്ന ഷാംപൂ ആണ് ഇടാറ്. ഒന്നിക്കിൽ പാൻറ്റീനോ അല്ലെങ്കിൽ ഡവോ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഈയിടെയായിട്ട് ഷാംപൂ കുറച്ച് ഈയിടെയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഏതൊരു ഷാംപൂ, അത് ഐ തിങ്ക് സിഡ്നിയിൽ നിന്ന് ഞാൻ നാനോ പ്ലാസ്റ്റിക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടിയിൽ. അപ്പം ആ സമയത്ത് അവർ തന്നെ തന്നൊരു ഷാംപൂ ഉണ്ട്. അപ്പം അത് ഇപ്പോഴും ഉണ്ട്. അത് ഇപ്പം തീർന്നു. അപ്പം അത് തീർന്നപ്പോഴാണ് അപ്പം ഞാൻ സാധനങ്ങൾ മേടിക്കേണ്ട കൂട്ടത്തിൽ ഞാൻ വിചാരിച്ചു ഇതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. ഹെയർ സ്മൂത്ത് ആക്കുന്നൊക്കെയാണ് പറയുന്നത്. സോ ഐ തോട്ട് ലെറ്റ്സ് ട്രൈ. അപ്പം 1 ലിറ്ററിന് എത്രയാണെന്ന് ഓർമ്മയില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പം ഞാൻ അത് മേടിച്ചു കേട്ടോ, കാരറ്റിൻ്റെ സ്മൂത്ത് ഷാംപൂ. സോ അപ്പോൾ അത് ഞാൻ 1 ലിറ്റർ മേടിച്ചു. ഇത്ര ആവശ്യമില്ലായിരുന്നു, പക്ഷേ പിന്നെ ഞാൻ മേടിച്ചു, അത്രയാണ്. പിന്നെ ഞാൻ മേടിച്ചത് പിന്നെ ഞാൻ മേടിച്ചത് എന്താണെന്ന് വെച്ചാൽ ലാക്മേൻ്റെ കുറച്ച് സാധനങ്ങളാണ്. സോ ലാക്മേനെ പറ്റി പറയാമെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ലാക്മേൻ്റെ ബ്രാൻഡ് അംബാസിഡറൊക്കെ ആവേണ്ടതായിരുന്നു. ചെറുതെന്ന് പറയുമ്പോൾ ഒരു സ്കൂൾ പഠിക്കുന്ന ഒരു 7th ഒക്കെ ആകുമ്പോൾ തൊട്ടേ ഞാൻ ലാക്മേൻ്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാക്മേൻ്റെ മെയിൻ സൺസ്ക്രീൻ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് എവിടെ നിന്ന് കണ്ടു പഠിച്ചതാ എന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ പിന്നെ എൻ്റെ അമ്മയും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ അത് മുഖത്ത് തേച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം വേറൊരു ക്രീമിനോടും എനിക്ക് അത്ര അറ്റാച്ച്മെൻ്റ് ഇല്ല. അപ്പം ലാക്മയാണ് ഞാൻ ജീവിതകാലം മൊത്തം യൂസ് ചെയ്തത്. മഴയായാലും ശരി, വെയിലായാലും ശരി, രാത്രിയായാലും ശരി, രാവിലെ ആയാലും ശരി, എന്തൊരു ഫങ്ഷൻ ഉണ്ടെങ്കിലും ശരി, ലാക്മേ സൺസ്ക്രീൻ എൻ്റെ മുഖത്തുണ്ടാവും. എൻ്റെ മേക്കപ്പ് എന്ന് പറയുന്നത് ലാക്മേ സൺസ്ക്രീനാണ്, ബിക്കോസ് വേറൊരു മേക്കപ്പ് ഇടാൻ അറിയാത്തതുകൊണ്ട് തന്നെ. സോ അപ്പോൾ നടുക്കുന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഐ തിങ്ക് 2 മാസം മുന്നേ ഹൈഫൻ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ആയല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും കാലം ലാക്മേ യൂസ് ചെയ്തില്ലേ, എന്നാൽ പിന്നെ ഒരു ചേഞ്ചിന്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ, ഇവിടെ കുറേ വർക്ക് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് ആയിരിക്കും, പ്ലീസ് ഇഗ്നോർ. ഞാൻ എന്താ പറഞ്ഞു വന്ന് 2 മാസം മുന്നേ ഈ ഹൈഫൻ എന്നൊക്കെ പ്രൊഡക്റ്റ് എപ്പോഴാണ് ലോഞ്ചായെന്നറിയില്ല. എനിവേസ് 2 മാസം മുന്നേ ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ ഹൈഫൻ തന്നെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തുടങ്ങാം, നോക്കാം, ഇത്രയും കാലം ലാക്മേ യൂസ് ചെയ്തതല്ലേ, അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട്.
ഇത്രയും കാലം തന്നെ 7th തൊട്ട് തുടങ്ങി. പിന്നെ എൻ്റെ ഈ ഒരു വയസ്സിൽ 30ാമത്തെ വയസ്സിലൊക്കെയാണ് ഞാനത് നിർത്തിയെന്നല്ല, ജസ്റ്റ് ഒരു ചേഞ്ച് ആഗ്രഹിച്ചത്. അങ്ങനെ ചെയ്യുന്നപ്പോൾ അപ്പോൾ അത് മേടിച്ചു. അത് മേടിച്ചപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആയിരുന്നു. പിന്നെ വീണ്ടും നമ്മളുടെ നൈക്ക പിങ്ക് സെയിലൊക്കെ വന്നപ്പോൾ, ഫ്രൈഡേ സെയിലൊക്കെ വന്നപ്പം ലാക്മെ വീണ്ടും എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ പെട്ടു. അപ്പം ഞാൻ വിചാരിച്ചു മതി, നമുക്ക് തിരിച്ച് ലാക്മയിലേക്ക് തന്നെ വരാം, വന്ന വഴി മറക്കരുതല്ലോ. അപ്പം അങ്ങനെ ഞാൻ മേടിച്ചതാട്ടോ. ഇത് സൺ എക്സ്പേർട്ട് ടിൻറ്റ് ഹിൻറ്റ് സൺസ്ക്രീൻ SPF 50. അപ്പം അങ്ങനെ സൺസ്ക്രീൻ മേടിച്ചു. സോ സൺസ്ക്രീൻ മേടിച്ചപ്പം അതിൻ്റെ തൊട്ട് താഴെ തന്നെ അവർ ഒരു പാക്കായിട്ട് ലൈക്ക് 3 സാധനങ്ങൾ ഒരു പാക്കായിട്ട്. സോ അങ്ങനെയാണ് ഞാൻ കണ്ടത്. ഒന്ന് ഫേസ് വാഷ് ലാക്മേൻ്റെ. ഞാൻ ഇതുവരെ ഞാൻ യൂസ് ചെയ്തത് ലാക്മേൻ്റെ സൺസ്ക്രീൻ മാത്രമാണ്, വേറെ ഒന്നും ലാക്മേൻ്റെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിൽ താഴെ അതിങ്ങനെ നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടതാണ് ലാക്മേൻ്റെ ഫേസ് വാഷ്. ഫേസ് വാഷിൻ്റെ കൂടെ അവരുടെ ആ പാക്കിൽ ഉള്ളതായിരുന്നു ഡേ ക്രീം ആൻഡ് നൈറ്റ് ക്രീം. സോ ഞാൻ ഈയിടെയായിട്ട് കുറച്ച് കാലമായിട്ട് ഞാൻ ഡേ ക്രീമും നൈറ്റ് ക്രീം യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഏതിൻ്റെ മേടിച്ച് ഒലേൻ്റെ തോന്നുന്നു. സോ എനിവേ എന്താ പറയണ്ടത്, ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ആഗ്രഹം പോയി, അത് തീർന്നു, അത് വിട്ടു. പക്ഷെ വീണ്ടും ഇങ്ങനെ പാക്കേജായിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലാക്മേൻ്റെ പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പോൾ പിന്നെ ഒന്ന് മേടിച്ചേക്കാന്ന്. ഇതാണ് ഞാൻ പറയുന്നത്, ഇങ്ങനത്തെ സെയിൽ വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും നമ്മൾ മേടിക്കും. സോ അതിൻ്റെ ഒരു കൂട്ടത്തിൽ മേടിച്ചതാണ് ലാക്മേൻ്റെ ഡേ ക്രീമും നൈറ്റ് ക്രീമും പിന്നെ കൂടെ ഒരു ഫേസ് വാഷും. സോ ഇത് 3 അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കുറേ പ്രൊഡക്ട്സ് കണ്ടു. ഞാൻ ലിപ്സ്റ്റിക്സ് ഒക്കെ മേടിക്കണം എന്ന് വെച്ചാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് ഓക്കെ, കയ്യിലുണ്ട്, അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചപ്പം പിന്നെയും സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട 2 സാധനമാണ് ലാക്മേൻ്റെ. എന്താണിത്? ലാക്മേൻ്റെ എന്താ ഇത് ഒരു മിനിറ്റ്. പ്രൈമർ, സോറി, ലാക്മേൻ്റെ പ്രൈമർ ആൻഡ് ലാക്മേൻ്റെ സെറ്റിംഗ് സ്പ്രേ. സോ ഇത് ഞാൻ ജീവിതത്തിൽ മേടിച്ചിട്ടില്ല. ഞാൻ പൊതുവേ മേക്കപ്പ് ഇടാറില്ല. മേക്കപ്പ് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ മേക്കപ്പ് ഇടാൻ അറിയില്ല. ഇനി മേക്കപ്പ് ഇടാൻ അറിയണമെങ്കിൽ മേക്കപ്പ് ഇടാൻ പഠിക്കണം. ഇനി അത് പഠിക്കണമെങ്കിൽ അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം. ഇനി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനങ്ങളൊക്കെ മേടിക്കണം. മേടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ യൂസ് ചെയ്ത് പ്രാക്ടീസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി തീരുമല്ലോ. തീരുമ്പോൾ വീണ്ടും അത് റീഫിൽ ചെയ്യണം. സോ ഇതൊക്കെ മെനക്കെട്ട പണിയായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോകാറില്ല. പക്ഷെ എനിക്ക് വലിയ ആഗ്രഹമാണ് നല്ലോണം മേക്കപ്പൊക്കെ ചെയ്ത്, എപ്പോഴും എന്നല്ല പക്ഷെ എപ്പോഴെങ്കിലും നല്ലോണം മേക്കപ്പൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യാൻ പഠിക്കണം. ഇല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് വാ നിനക്ക് ഞാൻ മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയിരിക്കും. പക്ഷേ എങ്കിൽ അപ്പം ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടതാണ് ഈ പ്രൈമറും എന്താ പറയണ്ടത് ലാസ്റ്റിംഗ് സ്പ്രേ. സെറ്റിംഗ് സ്പ്രേ ഇത് രണ്ടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പ്രൈമറൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പ്രൈമർ ഇതും ഇതായിട്ട് വന്നതാണ്, അതായത് കമ്പൈനായിട്ട് പാക്കായിട്ട് വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് പ്രൈമർ വെച്ച് തുടങ്ങാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പ്രൈമറും ലാസ്റ്റിംഗ് സ്പ്രേയും മേടിച്ചത്. ഇനിയിപ്പം എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നറിയില്ല, അതൊക്കെ ഞാൻ ഗൂഗിൾ നോക്കി പഠിക്കും. പക്ഷേ അതുകൊണ്ട് വെറുതെ മേടിച്ചു, വെറുതെ ഒരു രസത്തിന് മേടിച്ചതാണ് ഈ 2 സാധനങ്ങൾ. വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ 2 പിന്നെ ഞാൻ മേടിച്ചത് എന്താ ഒരു നിവ്യേൻ്റെ ക്രീം. ഓക്കെ, സോ നിവ്യേൻ്റെ ക്രീം ഇത് പൊട്ടിച്ചിട്ടില്ല ഗൈസ്. നിവ്യേൻ്റെ ക്രീം പൊതുവേ നമ്മൾ മേടിക്കാറുണ്ട്. നമ്മളെന്ന് പറയുമ്പോൾ ഞാൻ മേടിക്കാറുണ്ട്. മെയിൻലി ബോഡി ക്രീം മേടിക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇതെന്നാണ് എൻ്റെ വിശ്വാസം. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല, ഇത് ഇന്നലെ ആറ്റേ വന്നിട്ടുള്ളൂ. സോ അതാവണം, അതല്ലാണ്ട് വേറെ ഒന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. ഇതാട്ടോ നമ്മളുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. അത് തന്നെ. സോ നിവ്യേൻ്റെ
യൂഷ്വലി ഞാൻ ചെറിയ ചെറിയ ബോട്ടിലാണ് മേടിക്കൽ. അത് തീരുമ്പം ഇത് വേറെ മേടിക്കും. പിന്നെ സെയിലൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ വലിയ ബോട്ടിൽ നമ്മൾ മേടിച്ചു പോകും. സോ അങ്ങനെ മേടിച്ചതാണ് ഈ ക്രീം. നിവ്യൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ യെസ് ബോഡി ലോഷൻ ഓഫ് കോഴ്സ്. വേറെ എന്താ യൂസ് എന്ന് വെച്ചാൽ ചെറിയ വിലക്ക് എങ്ങനെ നല്ല സ്മെല്ല് കിട്ടാം അതാണ് നിവ്യൻ്റെ യൂസ് എൻ്റെ ഒരു ഇത് പ്രകാരം. സോ ചെറിയ വില നമുക്ക് പലതരം ബോഡി ലോഷൻ ഉണ്ടാവുമല്ലോ, എല്ലാത്തിനും നല്ല മണം ഉണ്ടാവുമായിരിക്കും. പക്ഷേ എങ്കിൽ നിവ്യക്ക് നല്ല മണമുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് വില കുറവുമാണ്. അപ്പോൾ ഇതിൻ്റെ യൂസ് അതാണ് ഏറ്റവും വില കുറവിൽ കമ്പയറിങ് ടു അതർ പ്രൊഡക്ട്സ് വില കുറവിൽ നമുക്ക് എത്ര നല്ല മണം കിട്ടും എന്നുള്ളൊരു ഇത്. സോ അതുകൊണ്ടാണ് ഞാൻ നിവ്യനെ എപ്പോഴും നിവ്യ തന്നെ യൂസ് ചെയ്യാറ്. ഇത് മുഖത്ത് തേക്കാൻ പറ്റും അല്ല, ഇതിൽ ബോഡി ലോഷൻ നറിഷിങ് ലോഷനായിട്ട് എഴുതിയിട്ടുള്ളൂ. ഇത് മുഖത്ത് തേക്കാൻ പറ്റും ഐ ഡോണ്ട് നോ. ഐ തിങ്ക് ഞാൻ നിവ്യൻ്റെ ഏതോ ലോഷൻ മുഖത്ത് തേച്ചു, പക്ഷെ അതെനിക്ക് അത്ര മുഖത്ത് പിടിച്ചില്ല. അതപ്പോൾ എന്തൊക്കെയോ കുരു വരുന്ന പോലെ തോന്നി. സോ അതുകൊണ്ട് മുഖത്ത് ഞാൻ തേക്കാറില്ല. പക്ഷേ അതർവൈസ് ബോഡിയിൽ തേക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് നിവ്യേൻ്റെത്. നല്ല മണവും കിട്ടും. സോ ഇത് പൊട്ടിച്ചിട്ടില്ല. ബാക്കിയൊക്കെ ഞാൻ ഇന്നലെ തൊട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. ഇതിപ്പം ഇന്നലെ വന്നുകൊണ്ട് ഞാൻ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. സോ ഇതൊക്കെയാണ് എൻ്റെ നൈക്ക ഹോൾ. സോ ഇത്രയും വലിയ ബോക്സ് ആണെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ. അവരുടെ പാക്കേജ് എന്ന് പറയുമ്പം ഭയങ്കര പാക്കേജാണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഇത് ഞാൻ കാണിക്കണം എന്ന് വിചാരിച്ചു, അതുകൊണ്ട് വന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.